പയർ നടാനായിട്ട് തയ്യാറാക്കുന്ന വളത്തിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇതിൻ്റെയൊക്കെ ഒപ്പം കുറച്ച് ചാരവും ചേർക്കുക. അപ്പോൾ ചാരം പയറിന് വളരെ നല്ലൊരു വളമാണ്. കൂടുതൽ പൂവും കായൊക്കെ ഉണ്ടാകാനായിട്ട് ചാരം ചേർക്കുന്നത് സഹായിക്കും. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റിയ പയറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും പയർ കൃഷി ചെയ്യാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പയർ ചെടിയുടെ വേരുകളിൽ ചെറിയ ചെറിയ കുമിളകൾ കാണാം. ഇതിനുള്ളിൽ റൈസോബിയം എന്ന ബാക്ടീരിയകളുണ്ട്. ഇവ അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് ചെടിക്ക് ആവശ്യമായ വളമാക്കി മാറ്റും. ചെടിക്ക് ആവശ്യമായ നൈട്രജൻ വളം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ പയർ ചെടിക്ക്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വളപ്രയോഗമൊന്നും ഇല്ലെങ്കിലും പയർ ചെടി സ്വന്തമായിട്ട് തന്നെ വളമുണ്ടാക്കി വളർന്നുകൊള്ളും. ചെടി നടുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്ത് നോക്കിയോ അല്ലെങ്കിൽ ഇതേപോലുള്ള തൈകൾ നോക്കിയോ വാങ്ങിക്കുക. നട്ടു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വളർച്ചാ ഘട്ടത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. കൂടുതൽ പൂവും കായും ഒക്കെ ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കും. ചാണകപ്പൊടി പോലുള്ള ഏത് നൈട്രജൻ വളവും നമുക്ക് ഇട്ട് കൊടുക്കാം. പയർ നടാനായിട്ട് തയ്യാറാക്കുന്ന വളത്തിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇതിൻ്റെയൊക്കെ ഒപ്പം കുറച്ച് ചാരവും ചേർക്കുക. അപ്പോൾ ചാരം പയറിന് വളരെ നല്ലൊരു വളമാണ്. കൂടുതൽ പൂവും കായൊക്കെ ഉണ്ടാകാനായിട്ട് ചാരം ചേർക്കുന്നത് സഹായിക്കും. പയർ നട്ടതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കൽ പച്ച ചാണകം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അതേപോലുള്ള പച്ചില വളം ഒഴിച്ചു കൊടുക്കാം. നൈട്രജൻ അടങ്ങിയ ചീമക്കൊന്ന പോലുള്ള പച്ചില വളങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചുവട്ടിലുള്ള പുല്ലൊക്കെ പറിച്ചു മാറ്റുന്നത് ചെടി വേഗത്തിൽ വളരാനായിട്ട് സഹായിക്കും. ചാരം പൊളിപ്പിച്ചത് ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത് നിറയെ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കും. കറുത്ത വാവ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആഴ്ചകളിൽ വേണം പയർ വിത്ത് നടാനെന്നാണ് പണ്ടുള്ളവരൊക്കെ പറയാറ്. ശാസ്ത്രീയമായി ഇങ്ങനെ പറയാൻ കാര്യം ഭൂമിയിലെ ജലാംശം മുകളിലേക്ക് ഉയരുന്നതിനാൽ വിത്തുകൾ വേഗത്തിൽ കരുത്തോടുകൂടി മുളച്ചു വരും. ഇരട്ടി ഫലമാണ് ഈ സമയത്ത് നട്ടാൽ കിട്ടുക. പയർ ചെടിയെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പയർ ചെടി നടുന്ന കൂട്ടത്തിൽ അതിൻ്റെ അതിരുകളിലായി കുറച്ച് ചെണ്ടുമല്ലി കൂടി നട്ടുപിടിപ്പിക്കുക. ചെണ്ടുമല്ലിയുടെ വേരുകൾ മണ്ണിലുള്ള ദോഷകരമായ പുഴുക്കളെ നശിപ്പിക്കും. പയറിൽ വെള്ളം ഒഴിക്കുമ്പോൾ ചുവട്ടിൽ നിന്നും കുറച്ച് മാറിയുള്ള തടത്തിലും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ വേരുകൾ പടർന്നു വളരാനായിട്ട് സഹായിക്കും. പച്ചച്ചാണകവും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് ഈ കൊന്നയിലയും പിന്നെ കുറച്ച് ഇലകളൊക്കെ ചേർത്തിട്ടുള്ള വളം. അപ്പോൾ ഇത് ഞാനിത് പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് അറിയാൻ താല്പര്യമുള്ളവരെ കമൻറ്റ് ചെയ്യണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നൈട്രജൻ വളം ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മുടെ പയർ ചെടി വളരാനായിട്ട് സഹായിക്കും. വളം തയ്യാറാക്കിയതിൻ്റെ കൂടെ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് വളം ഇരട്ടിയാകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഒത്തിരി വലിയ ഏരിയയിലൊക്കെ ചെയ്യുന്നവർക്ക് ഇതേപോലെ ഈസ്റ്റ് ചേർത്തിട്ടും വളം തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ വളത്തിൻ്റെ കൂടെ കുറച്ച് ഈസ്റ്റും കൂടി ചേർത്ത് അരി കഴുകിയ വെള്ളമോ മോരും വെള്ളമോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വളം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നീട് പയറിന് ഉറപ്പായും ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ തലപ്പ് നുള്ളി കൊടുക്കുന്നത്. അപ്പോൾ പന്തലിലേക്ക് കയറുമ്പോൾ അതിൻ്റെ തലപ്പ് നുള്ളി കൊടുക്കുന്നത് കൂടുതൽ ശാഖകൾ വരാനും കൂടുതൽ പയറൊക്കെ ഉണ്ടാകാനും സഹായിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ താങ്ക് യു.